ഇപ്പോഴത്തെ കല്യാണത്തിലൊന്നും പാരൻസ് ഒന്നിനും ഇടപെടില്ല. ഇനിയിപ്പോൾ ഇടപെടുകയാണെങ്കിൽ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലും പിന്നെ കല്യാണം ആരൊക്കെ വിളിക്കണം എന്നുള്ള കാര്യത്തിലുമാണ് പാരൻറ്റ് ഇടപെടലുള്ളത്. അതേ സ്ഥാനത്ത് ഒരു 100 ആൾക്കാർ നിൻ്റെ ഫ്രണ്ട്സുകളെ വിളിച്ചോ, ബാക്കി കുടുംബക്കാരെ വിളിക്കുക, ഇത്രയും ആൾക്കാർ മതി എൻ്റെ ഫ്രണ്ട്സുകളായിട്ട്, അങ്ങനെയുള്ളൊക്കെ ഡിസിഷൻസ് അഭിപ്രായങ്ങൾ രക്ഷിതാക്കൾ പറയാറുണ്ട്. അല്ലാതെ എൻട്രീൻ്റെ കാര്യത്തിലോ ഗ്രൂമിൻ്റെ കാര്യത്തിലോ ഇനിയിപ്പം ഒരു ബെൻസ് കാറ് ആണെങ്കിലും ലക്ഷറി ഏത് കാറ് തിരഞ്ഞെടുക്കണം ഒന്നും രക്ഷിതാക്കൾ ഒക്കെ മക്കളെ അഭിപ്രായമാണ്. മോളെന്താ തീരുമാനിക്കുന്നത് അത് മതി, മോനെന്താ തീരുമാനിക്കുന്നത് അത് മതി, അതാണ് പറയുക. നമ്മളെന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുമ്പോൾ അല്ല ഓളോട് ചോദിച്ചോളി അല്ലെങ്കിൽ നിങ്ങൾ ഓനോട് ചോദിച്ചോളി എന്നേ പറയുള്ളൂ. പക്ഷെ പണ്ടത്തെ കല്യാണം അതല്ല. പണ്ടത്തെ കല്യാണത്തിൽ എന്തൊക്കെ തീരുമാനിക്കണോ, ഏത് ചെരുപ്പിടണമെന്ന് വരെയൊക്കെ രക്ഷിതാക്കളേക്ക് ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചെറിയ ബേബി ആയിരിക്കുന്ന കാലത്ത് ഞങ്ങളെ നാട്ടിൽ എൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണം കഴിഞ്ഞത് എന്താണ്, അങ്ങനെ അവൾ പറഞ്ഞു ഞാൻ സാരി എനിക്കിഷ്ടമല്ല, ഞാൻ ലെഹങ്ക അത് മതി എനിക്കെന്ന്. ആ കുട്ടീൻ്റെ അമ്മ ചീത്ത പറഞ്ഞു, സാരി തന്നെ ഉടുത്താൽ മതി അതാണ് ഭംഗിയായിരുന്നു. അപ്പോൾ അവൾ പിറ്റേന്ന് ആ സാരി എടുത്തിട്ടാണ് കല്യാണ വേദിയിലേക്ക് ആ ചേച്ചി വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ രക്ഷിതാക്കൾ എന്താ പറയുക, വമ്പന്മാരായിട്ടുള്ള രക്ഷിതാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പോകുക പഞ്ചപാവങ്ങളാണ്.